എന്തൊരു പ്രശ്ന? ചേച്ചി വരുമ്പോ ഞാൻ പറഞ്ഞോളാം മറന്നുപോയെന്ന്. മാങ്ങ കട്ടി എങ്ങോട്ട് കനയാണ്ടി ടക്കടക്കനെ മുടിഞ്ഞതാ. പെട്ടെന്ന് കൊടുക്കേണ്ടി ക്ഷീണിച്ച് വന്നതല്ലേ. മോൻ ചേച്ചിയുടെ കാര്യം മറന്നു പോയല്ലേ? ചെറുതായിട്ട് മറന്നുപോയി. അത് കുഴപ്പമില്ല, ഞാൻ ആരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാറില്ല. അതാണ് നല്ലത്. എന്നാ ഐക്രീം കഴുകി. ചേച്ചി ചേച്ചിന്റെ പരിപാടി ചേച്ചി കാണിക്കണേ. കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടാ എന്നോട്. എന്ത് എന്തെന്നാ ഈ കിടന്ന് ചുമക്കണ കണ്ടില്ലേ? ഐസ്ക്രീം മേടിച്ചോണ്ട് വന്നാ. നിനക്ക് ചുമയും കുറയുള്ളപ്പോ നീ ഐസ്ക്രീം കഴിക്കാറുണ്ടല്ലോ, പിന്നെന്ത് കുഴപ്പം? അത് എനിക്ക് അല്ലാതെ എനിക്ക് ചുമയൊക്കെ ഉള്ളപ്പോ ഞാൻ ഐസ്ക്രീം കഴിക്കും. ഇത് ചേച്ചി അങ്ങനെ മേടിച്ചോണ്ട് വരാൻ പാടുണ്ടോ? മോശമല്ലേ ഇത്? ഞാൻ ഇപ്പൊ ഒരു സാധനം എടുത്തിട്ട് തരാം. എടാ നീ എടപ്പള്ളിന്ന് ഇറങ്ങുമ്പോ എന്നെ വിളിക്കാന്ന് പറഞ്ഞാണോ? അതെ. എന്ത് വിളിക്കാഞ്ഞ്? പറഞ്ഞില്ലേ, ഞാൻ മറന്നുപോയി. ലച്ചു ഗൗരിയുടെ ഡ്രസ്സ് മേടിക്കാൻ പോയപ്പോഴേ ഗൗരി വഴി കേശു ഏതോ വലിയ കവിയാ പരിചയപ്പെട്ടെന്ന്. വലിയ കവിയാ? ഏത് കവി? കാപ്പാട് കരണൻ. അതാരാ? കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പ്രശസ്ത കവിയാണ്. ചേച്ചി ഇത്രയും വലിയ കവയത്രിയായിട്ട് ചേച്ചിക്ക് അതുപോലെ പറഞ്ഞു. എടാ ഇതാ കൊള്ളല്ല. ചേച്ചേ, ഒരു മനുഷ്യൻ ചുമയായിട്ടും വയ്യാതെയായിട്ടേക്ക് ഇരിക്കുമ്പോ ഇതേപോലത്തെ സാധനമൊക്കെ വേണം തരാൻ. അല്ലാതെ ഐസ്ക്രീം ഒക്കെ തന്ന ആളെ കൊല്ലാൻ നോക്കരുത്. ഒന്ന് ക്ഷമിക്ക്, ഒരബദ്ധം പറ്റിപ്പോയി. നീ ഐസ്ക്രീം കഴിക്കണ്ട. എനിക്കും കനകത്തിന് ഒരു കുഴപ്പമില്ല, ഞങ്ങൾ കഴിച്ചോളാം. ലച്ചേച്ചിയുടെ സ്ഥാനത്ത് അമ്മായി ആയിരുന്നെങ്കിൽ എന്ത് പൊളിയായിരുന്നു. എന്റെ ഇപ്പോഴത്തെ സ്ഥാനത്തിന് എന്ത് കുഴപ്പം? അല്ല, ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ വൈബ് പഴയതുപോലെ അങ്ങോട്ട് സെറ്റ് ആവണം. ആയിക്കോട്ടെ, തൽക്കാലം എനിക്ക് ഇത്ര വൈബൊക്കെ ഉള്ളൂ. അവക്ക് നല്ല വിഷമായി. നീ എന്തിനാ അങ്ങനൊക്കെ പറയാൻ പോയെ? അവൻ പറയട്ടെ മുമ്പേ. എനിക്കിപ്പോ ആർക്ക് വേണ്ടി വൈബൊന്നും മാറ്റാൻ പറ്റൊന്നുമില്ല. ചേച്ചിയെ മാങ്ങ വേണ? ഒറ്റയ്ക്ക് അങ്ങ് കഴിച്ചാ മതി. വേണ്ടെന്ന് ഉറപ്പാണല്ലോ, അവസാനം തീർന്നിട്ട് കിടന്ന് കരയില്ല. പാവോടാ, ഭയങ്കര പാവം തന്നെ. മാങ്ങ വേണമെങ്കിൽ തിന്നി തുമ്മ. കൊള്ളാം, നല്ല ടേസ്റ്റ്. കനകം നിനക്കൊരു കാര്യം അറിയാവോ? என்ன കാര്യം? പിള്ളേരിപ്പം നമ്മളെ എന്തോ വിളിക്കുന്നതെന്ന് അറിയാവോ നിനക്ക്? என்ன கூப்பிடுறாங்க? സയാമീസ് ഇരട്ടകളെന്ന്. സയാമീസ് ഇരട്ടകളാ? അതെന്നെ? എന്താന്നറിയോ, നമ്മൾ ഏത് സമയം നമ്മൾ രണ്ടും ഒന്നിച്ചാന്നല്ലോ ഇരിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ അങ്ങോട്ട് വിളിക്കുവാണെങ്കിലും നമ്മൾ രണ്ടും കൂടെ ഒന്നിച്ചല്ലേ അങ്ങോട്ട് ചെല്ലത്തുള്ളൂ. അതുകൊണ്ട്. ഓ, അതിനാലയാ? ரொம்ப நல்ல പേര് இல்ல? സയാമീസ് ഇരട്ടകൾ. நல்லா இருக்கு. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നിനക്ക് വേറൊരു കാര്യം അറിയാം? என்ன? കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്കെല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് ഇല്ലായിരുന്നേ. അപ്പൊ കല്യാണത്തിന് മുന്നേ പ്രത്യേകിച്ച് ആരും കാണത്തില്ല. എങ്ങനെ കാണും? ആരെങ്കിലും ഒരു ദിവസം ഫ്രണ്ടായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം അടിച്ചു പിരിയില്ലേ? കേശു മോനെ, കല്യാണത്തിന് മുമ്പേ എനിക്ക് ഒരുപാട് നല്ല ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആരൊക്കെയാ? ആരൊക്കെയാന്നോ? മീന, ലേഖ, വത്സല, സർള, അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു. അവരൊക്കെ 2 ദിവസം കഴിഞ്ഞപ്പോ ഇട്ടിട്ട് പോയില്ലേ? അത് തന്നെ ഞാൻ പറഞ്ഞത് അമ്മൂമ്മയുടെ സ്വഭാവ ഗുണം. അതായത് അമ്മൂമ്മയുടെ ആദ്യം കമ്പനി കൂടുമ്പോഴൊക്കെ ഓക്കെ ആയിരിക്കും. 2 ദിവസം കഴിയുമ്പോഴായിരിക്കും അമ്മൂമ്മയുടെ ശരിക്കുള്ള സ്വഭാവം അറിയണം. ഉയരും കൊണ്ട് ഓടും ആൾക്കാർ. സിമ്പിൾ. കനകം, ഞാൻ അങ്ങനെയാണോ? എന്നോട് 2 ദിവസം സംസാരിച്ച് കഴിയുമ്പോൾ ഇട്ടിട്ട് പോകാൻ തോന്നുമോ? ஐயோ, அப்படியெல்லாம் இல்ல. நீங்க ரொம்ப நல்லவங்க. என்னோட பெஸ்ட் ஃப்ரெண்ட், என்னோட சந்தன மாரி. കേട്ടോടാ, കേട്ട് പഠിക്കേ. ഇപ്പം ചേച്ചിക്ക് അങ്ങനെയൊക്കെ തോന്നും, കുറച്ചു കാലം കഴിയുമ്പോ മനസ്സിലായിക്കോളും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ? ചോദിക്ക്. ഞാനും കനകവും ബെസ്റ്റ് ഫ്രണ്ടാ. ഞങ്ങളുടെ അത്രയും കെമിസ്ട്രി ഉള്ള എത്ര ഫ്രണ്ട് നിനക്കുണ്ട്? ഇത്ര ഫ്രണ്ട്സ് എന്നൊക്കെ ചോദിച്ചാ എനിക്കിട്ട് കേശം ഉണ്ടല്ലോ, അല്ലേടാ? അത് തന്നെ, ഞാനും അമ്മയും സെയിം വൈബല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് ജനിക്കാതെ പോയ എന്റെ ചേച്ചിയാണ് എന്റെ അമ്മായി. അതെ, എന്റെ അനിയൻ മരുമോൻ. അപ്പൊ ലച്ചുനോ? അപ്പൊ ലച്ചുനോ? ഓ, എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഒന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നോളല്ലേ അമ്മൂമ്മേ. ഒറ്റയ്ക്ക് വഴിവെട്ടി തന്നെ അങ്ങ് പൊക്കോളാം. എങ്ങോട്ട് പോണേ ചേച്ചി? ഞാൻ എങ്ങോട്ട് വേണേലും പോകും, നിനക്കെന്ത്? സത്യം പറഞ്ഞ അമ്മായി നമ്മുടെ വീട്ടിലോട്ട് നേരത്തെ കയറി വരണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ചേച്ചിയുടെ കേസ് എന്നേ സ്വാഹ.
ആടാ നീ എന്നെ സ്വാഹയാക്ക്. അതൊക്കെ വിട്. എടേ എന്റെ ലാപ്ടോപ്പിലെ കുറച്ച് പണിയുണ്ട്, നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? ഞാൻ അവിടെ വേറൊരു വേല കൂലിയല്ലേ ഇരിക്കില്ലേ, ഞാൻ പിന്നെ അമ്മായി ഹെൽപ്പ് ചെയ്യുന്നത് വേറെ തിരികെ. കേശേ, എനിക്കും നിന്റെ ഒരു ഹെൽപ്പ് വേണം. എന്തിനു ചേച്ചി? ചേച്ചിയുള്ള എല്ലാ കാര്യവും രണ്ടാമത് പറയത്തുള്ള, അതുകൊണ്ട് ചേച്ചിക്ക് സെക്കൻഡ് പ്രയോറിറ്റി ഉള്ളൂ. ആദ്യം ഇത് തീർക്കട്ടു. എന്താടാ പറയാൻ പറ്റുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുമ്പോഴേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അമ്മായി വാ അമ്മായി. അവര് തമ്മിലേ ഞങ്ങളെ പോലെ നല്ല വൈബാ. അതിനൊന്നുമില്ല. ഒന്നും ഇല്ലാതിരിക്കണതാണ് നല്ലത്. ലച്ചു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? ഇതേണ്ട നിന്റെ കയ്യേലേ പടം വരച്ചേക്കുന്നില്ലയോ, അതുപോലെ ഞങ്ങളുടെ കയ്യിലൊന്ന് പടം വരച്ചു തരൂ. ടാറ്റു അടിക്കാനാ? അതിനങ്ങനെയാണോ പറയുന്നേ? ടാറ്റു അടിക്കുക. അതിനിപ്പോ എന്താ ചെയ്യേണ്ടുന്നേ? അതിപ്പോ എന്ത് ചെയ്യാനാ? ടാറ്റു സ്റ്റുഡിയോ പോയാൽ മതി, ടാറ്റു അടിക്കാൻ പറ്റും. അത് ഞങ്ങള് ഇപ്പൊ നല്ല ഫ്രണ്ട്സ് അല്ലേ, അപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ടാറ്റു അടിക്കാനാ? മാച്ചിങ് ടാറ്റുവാ? അത് തന്നെ. അതിന് ഇപ്പൊ എന്തു അടിക്കണ്ടെന്നേ? ഇങ്ങനാ നിങ്ങക്ക് എന്താ അടിക്കണ്ടേ? അത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരുമിച്ച് വേണം. എന്ത് വേണം? പേര് പോതും. പേരാ? എന്നാ പിന്നെ കബാന്നടി. കബായോ? അതെന്തുവാ? കനകത്തിന്റെ കായും ഭവാനിയുടെ ബായും കബ.